സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 14, ഒന്നാമത്തെ വായനാ ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം, 20-ാം അധ്യായം. ഹിസ്കിയ രാജാവ് യഹൂദയിൽ രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹിസ്കിയ രാജാവിന് മരണകരമായൊരു രോഗം ബാധിച്ചു. അദ്ദേഹത്തെ കാണുവാൻ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ, ഇനി നിന്റെ ഭാവി സംബന്ധിച്ച് നിങ്ങളുടെ മക്കളുടെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെ അത് ക്രമീകരിക്കുക, നീ മരിച്ചു പോകും, നീ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അങ്ങ് പോവുകയും ചെയ്തു. ഹിസ്കിയാവ് രാജാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും നിന്റെ മുമ്പായി നടന്നു, നിനക്ക് പ്രസാദമായതുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അന്ന് ഹിസ്കിയാവ് അങ്ങ് ഭയങ്കരമായി കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാ പ്രവാചകൻ അവിടുന്ന് നടുമുറ്റം വിട്ട് പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാട് യെശയ്യാ പ്രവാചകൻ വന്നു, നീ തിരിച്ചു വന്ന് ഇന്നിന്ന കാര്യങ്ങൾ അവിടെ പറയണം എന്ന് പറയുകയാണ്. പറയേണ്ടത് ഇതാണ്: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അപ്പോൾ മരിക്കും എന്ന് പറഞ്ഞ ആ വർഷം തന്നെ അപ്പത്താൻ അത് ആ രോഗത്തിൻ്റെ പിന്നീട് ആ രോഗത്തിൻ്റെ അവസാനം മരിക്കാനിരുന്ന ആളിന് 15 വർഷം കൂടെ ആയുസ് കൂട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നഗരത്തെയും നിന്നെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, വിടുവിക്കും. എൻ്റെ നിമിത്തം, എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു സൂക്ഷിക്കും. പിന്നെ യെശയ്യാ പ്രവാചകൻ ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരാൻ പറയും. അത് ഈ രോഗം ഉണ്ടായിരുന്നൊരു പരുവിൻ്റെ മേൽ വെച്ചു, സൗഖ്യമായി എന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു കാര്യം യെശയ്യാ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞാനിത് 3-ാം ദിവസം ദേവാലയത്തിൽ പോകുമെന്നുള്ളതിനൊരു അടയാളം എന്താണ് തെളിവ്? 3 ദിവസം കഴിഞ്ഞാൽ പോകില്ലോ എന്ന് അറിയാൻ പറ്റും. എന്നാലും അവിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഈ നിഴൽ, അതായത് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന സമയത്ത് നിഴൽ ഇങ്ങനെ മാറി 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 വരുമല്ലോ, അത് നിഴൽ 10 പടി മുമ്പോട്ട് പോകുന്നതാണോ അതോ 10 പടി പുറകോട്ടം തിരിയണമോ എന്ന് ചോദിക്കും. അപ്പം നിഴൽ 10 പടി പുറകോട്ട് പോകണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും അത്രയും ഘടികാരത്തിലെ സമയം മുന്നോട്ടോ പുറകോട്ടോ മാറിയാലേ ഒക്കുള്ളൂ. അപ്പോൾ ഹിസ്കിയ രാജാവ് പറഞ്ഞു, അത് പുറകോട്ട് പോയാൽ മതി, മുമ്പോട്ടാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് മുമ്പോട്ട് പോകുന്നത് ചിലപ്പം കുറച്ച് എളുപ്പമായിരിക്കും. അത് മുമ്പോട്ട് പോയി കഴിഞ്ഞതിനെ പുറകോട്ടാക്കാം. അപ്പോൾ 10 പടി ആക്കാൻ പറഞ്ഞു. അങ്ങനെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി, അന്ന് സൂര്യഘടികാരമാണ്, അങ്ങനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. അതാണ് അവിടെ നടന്ന ഒരു സംഭവം, ആ ഒരു അത്ഭുതകരമായ ഒരു കാര്യം. സമയം പുറകോട്ട് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ബാബേൽ രാജാവ് ബെലദാൻ എന്ന രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് എഴുത്തും സമ്മാനവും ഒക്കെ കൊടുത്തയച്ചു. വേറെ ആൾക്കാരാണ് വരുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ, ബാബേൽ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ രാജാവ് അയച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ടെന്നാണ്. അവരുടെ വാക്ക് കേട്ടെന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ട പ്രകാരമായിരിക്കണം. ഞങ്ങൾക്ക് ഭണ്ഡാരഗ്രഹമൊക്കെ ഒന്ന് കാണണം, എല്ലാമൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിനെ കാണാൻ വരികയും രാജാവിനോട് ചോദിച്ചു, ആരൊക്കെയാണ് ആ പുരുഷന്മാർ? അവരെവിടെ നിന്ന് വന്നു? അവരെന്താണ് അവരുടെ കാര്യങ്ങൾ? നീ എന്തൊക്കെയാണ് അവരുമായിട്ട് ഇടപെട്ടത് എന്നൊക്കെ ചോദിച്ചു. അവർ ബാബേലിൽ നിന്ന് വന്നവരാണ്, എൻ്റെ അസുഖം അന്വേഷിച്ച് വന്നവരാണ്. അപ്പം എന്നിട്ട് അവർ രാജധാനിയിലുള്ളതൊക്കെയും കണ്ടു, എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവില്ല എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ വചനം യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ
പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കും. അതാണ് പറയുന്നത്. അതിന് ഹിസ്കിയാവ് മറുപടി പറയുന്നത്, നീ പറഞ്ഞ വചനം നല്ലത്. എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ. എൻ്റെ കാലശേഷമല്ലേ ഇത് വരുന്നത്. അത് നമുക്കത് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ആയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കഷ്ടത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ദൈവം അരുളി ചെയ്ത വചനമാണ് ഈ സംഗതി. പക്ഷേ അദ്ദേഹം പറയുന്നത്, കുഴപ്പമില്ല, സാരമില്ല എന്ന തരത്തിലാണ്. എൻ്റെ കാലത്ത് സംഭവിക്കില്ലല്ലോ, എൻ്റെ കാലം കഴിഞ്ഞിട്ടല്ലേ സംഭവിക്കുള്ളൂ എന്ന് പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ആയിരിക്കുന്ന തലമുറകളായിരിക്കുന്ന ആൾക്കാരാണ് ഈ ഷണ്ഡന്മാരാക്കുകയാണ്. ഷണ്ഡന്മാരെ കൊണ്ടുപോകുന്നതല്ല, അവിടെ പോയി അവരെ ഷണ്ഡന്മാരാക്കി അവരുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നത് ഷണ്ഡന്മാർ ആവശ്യമുണ്ട്. അത് എല്ലാ കാലത്തും ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് ഒരു തൻ്റെ തെറ്റുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അവിടെ കാണുന്നില്ല. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാകാൻ പറ്റുന്നൊരു കാര്യമല്ല. വേറെ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കാം. അദ്ദേഹം ചിലപ്പം അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അനുതാപമൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ അത് രേഖയിൽ നമ്മൾ ബൈബിളിലെ ഈ 20-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു മാനസാന്തരമോ അല്ലെങ്കിൽ തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപമൊന്നും അവിടെ കാണുന്നില്ല. ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ 15 വർഷം കഴിയുമ്പം ഹിസ്കിയ രാജാവ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മനശ്ശെ അദ്ദേഹത്തിന് പകരം രാജാവാകുന്നു. 55 വർഷം അത് നമ്മൾ ഈ ഇന്നത്തെ വായനയുടെ അധ്യായത്തിലില്ല. ഈ മനശ്ശെ എന്ന രാജാവ് 55 വർഷമാണ് രാജാവായിരിക്കുന്നതും. ഏറ്റവും മ്ലേച്ഛതകൾ, ഇവിടെ ഏറ്റവും നല്ല രാജാവിന് പോലും, ദാവീദ് രാജാവ് ഏറ്റവും നല്ല രാജാവ് നമുക്ക് പറയാവുന്ന, ആ രാജാവിന് പോലും 40 വർഷമാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് 55 വർഷം, മ്ലേച്ഛതകൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന 55 വർഷം. അതാണ് നമുക്ക് ഈ നാളെയുള്ള വായനയിൽ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ മനശ്ശെ അവനവരൻ രാജാവായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 20-ാം അധ്യായം അവസാനിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം എസ്കേൽ പ്രവചനം 10-ാം അധ്യായം. ഇവിടെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ കണ്ട ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പയുമായി നിന്ന പുരുഷൻ, അതിൻ്റെ ആ കാഴ്ചയുടെയൊക്കെ തുടർച്ച തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ, അപ്പോൾ കെരൂബുകൾ ഉയരത്തിലാണ് ഇരിക്കുന്നത്, ആ കെരൂബുകളുടെ തലയ്ക്ക് മീതെ അവിടെ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു രൂപം കാണാൻ കഴിഞ്ഞു. ആ രൂപം ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു. പറഞ്ഞ ഇതാണ്, നീ കെരൂബിൻ്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിൽ വിതറുക. അങ്ങനെ ആ പുരുഷൻ ചെല്ലുമ്പോൾ കെരൂബുകൾ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ചില വരികളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ മഹത്വം അങ്ങ് പ്രാകാരം വരെ ഒക്കെ നിറഞ്ഞിരിക്കുന്നതും ശബ്ദം കേൾപ്പാനുണ്ടായിരുന്നതും അങ്ങനെയൊക്കെ കാണുക. അപ്പോൾ ആ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് വീണ്ടും ശബ്ദം പറയുകയാണ്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്കുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു, തീയെടുത്തില്ല. പക്ഷേ ഒരു കെരൂബുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ നീട്ടി തീ കുറേ എടുത്ത് ഈ ശണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അവൻ അത് വാങ്ങി പുറപ്പെട്ടു പോയി. എന്തിനാണ്? നഗരത്തിൽ വിതറാൻ വേണ്ടിയാണല്ലോ. അതിനു വേണ്ടിയാണല്ലോ. ആ നഗരത്തിൽ വിതറാൻ വേണ്ടി പോയി. പിന്നെ കെരൂബുകളുടെ ചിറകുകളുടെ കീഴിൽ മനുഷ്യൻ്റെ കൈ പോലെ ഒരു കൈ കണ്ടു. അതിനുശേഷം കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു. അവയുടെ കാഴ്ച 4നും ഓരോ ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിയാതെ തന്നെ, നമുക്കിപ്പം വാഹനങ്ങൾ അറിയാമല്ലോ, തിരിയാതെ തന്നെ ഇപ്പം അങ്ങനത്തെ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ട് ടയറുകൾ ഇങ്ങനെ 90 ഡിഗ്രി തിരിച്ചിട്ട് ആ കാറ് കിടക്കാനുള്ള സ്ഥലം മാത്രമേ കാണുകയുള്ളൂ. ആ കാറ് കിടക്കാനുള്ള സ്ഥലത്തേക്ക് അങ്ങനെ കയറ്റി അങ്ങനെ ഇട്ട് പാർക്കിംഗ് വളരെ സൗകര്യപ്രദമാക്കുന്ന ടെക്നോളജി ടയറുകളിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതിന് തിരിയണ്ട, ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ അതിന് അങ്ങോട്ടും എങ്ങോട്ടും പോകാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഈ ചെസ്സിലൊക്കെ
ഒരു മന്ത്രിക്കോ ഒക്കെ ഏത് ഡയറക്ഷനിലോട്ട് വേണേലും പോവാം. ബാക്കിയുള്ളവർക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടും ലെഫ്റ്റും റൈറ്റും മാത്രമേ ഒക്കെ പോകാനൊക്കെയുള്ളൂ. മറ്റേതിന് ക്രോസ് ആയിട്ടൊക്കെ പോകും എന്ന് പറയുന്ന പോലെ എങ്ങോട്ട് വേണേലും തിരിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള അങ്ങനെയാണത്. അത് ആ ഒരു ചക്രങ്ങളുടെ അവസ്ഥ. ആ ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും 14 മുഖം. ഈ മുഖങ്ങളെയൊക്കെ കുറിച്ച് കെബാർ നദീതീരത്ത് കണ്ട കാഴ്ച തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ഒന്നാമത്തെ മുഖം കെരൂബ് മുഖം, രണ്ടാമത്തേത് മാനുഷ്യമുഖം, മൂന്നാമത്തേത് സിംഹമുഖം, നാലാമത്തേത് കഴുകുമുഖം. അങ്ങനെയൊക്കെയുള്ള ആ കെരൂബ് അത് ആയിരുന്നു. അത് കഴിഞ്ഞ് കെരൂബുകൾ മേലോട്ട് പൊങ്ങുന്നതും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് കെബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ എന്നാണ് പറയുന്നത്. കെരൂബുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും. ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂബുകൾ ചിറക് ഉയർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ട് മാറുകയില്ല. ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് അവ നിൽക്കുമ്പോൾ അവയും നിൽക്കും, അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും എന്നാണ് നമ്മൾ ഈ കാഴ്ച നമ്മൾ നേരത്തെ ഈ അധ്യായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ദർശനം ലഭിക്കും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകൾ മീതെ വന്നായിട്ടുള്ള കാഴ്ച. അത് കഴിഞ്ഞപ്പോൾ കെരൂബുകൾ ചിറക് വീഴ്ത്തി ഞാൻ കാഴ്ച ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്നതിനുണ്ടായത്. അപ്പം നേരത്തെ പറഞ്ഞ അതേ കാഴ്ച കാണുകയാണ്. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വവും അവയ്ക്ക് മീതെ നിന്നു. ഇത് ഞാൻ കെബാർ നദീതീരത്ത് ഇസ്രായേൽ ദൈവത്തിൻ്റെ കീഴിൽ കണ്ട ജീവി തന്നെ വീണ്ടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നോക്കുമ്പം അറിയാം. ഈ കെബാർ തീരത്ത് കണ്ട ഈ മുഖങ്ങളും ഈ കെബാർ തീരത്ത് വെച്ച് കണ്ട ഈ ചിറകുകളും ഈ ചക്രങ്ങളും ഒക്കെ നമുക്ക് 1-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന, അത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ വിശദമായ കാഴ്ചകളും കാര്യങ്ങളും ഇത് നമ്മൾ വായിച്ചതുപോലെ തന്നെ അത് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഇത് എസ്കേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാനിന്ന് അത് കെബാർ നദീതീരത്ത് വച്ച് കണ്ട അതേ കാഴ്ച പോലെ തന്നെയാണ് ഇന്ന് കണ്ട കാഴ്ചയുമെന്ന് നമുക്ക് ആ അധ്യായം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. യേശുക്രിസ്തു വെറുതെ ഇരിക്കുന്നില്ല. യേശുക്രിസ്തു രാത്രി പ്രാർത്ഥന, അതിരാവിലെ പ്രാർത്ഥന, അത് കഴിഞ്ഞ് താൻ ശിഷ്യന്മാരുമായിട്ട് ഒരു ദേശത്ത് നിന്ന് ഇങ്ങനെ പല ദേശങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഗലീല ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെയാണ്. അതൊരു വലിയ ഗലീല എന്ന തടാകം കഴിഞ്ഞ ദിവസം പറഞ്ഞ കിന്നസരേത്ത് അല്ലെങ്കിൽ ഗലീല കടൽ അല്ലെങ്കിൽ തിബിരിയാസ് കടൽ എന്നൊക്കെ പറയുന്ന ഈ കടലിൻ്റെ ചുറ്റും വലിയൊരു ഏരിയ ഉണ്ടല്ലോ. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് പലരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടെ ശബത്തിൽ ഒരു വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കുറച്ച് കതിര് പറിച്ചെത്തുന്നു. അപ്പം ഇത് പരീക്ഷന്മാർ കണ്ടിട്ട് അപ്പോൾ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നതാണ്. എന്ത് വിഹിതമല്ലാത്തത്? ഇതാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം പുരോഹിതൻ കൊടുത്തു തന്നെയാണ് വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ കതിര് പറിച്ചതിനെക്കുറിച്ച് ഇത്ര എന്താ പറയാനുള്ളത്? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു. അതിനുശേഷം മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ശബത്ത് എന്ന് പറയുന്നത് അറിയാമല്ലോ, 6 ദിവസം വേല ചെയ്യുക, 7-ാമത്തെ ദിവസം കർത്താവിന് വിശുദ്ധമായ ശബത്താകുന്നു. ആ ശബത്തിൽ നിങ്ങൾ സാമാന്യ വേലയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് ശബത്തിലാണ് ശബത്ത് ദിവസത്തിലാണ് ഈ കതിര് പറിക്കുന്നത്. അതിനെയാണ് കുറ്റം വിധിക്കുന്നത്. മറ്റൊരു ശബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും എപ്പോഴും ഇങ്ങനെ വാച്ചിങ്ങാണ്. എന്തെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുന്നോ കുറ്റം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് പലരും. അവർ വായിച്ച ആളുകൾ ചിലപ്പോൾ അവർ തന്നെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഇപ്പം പരീക്ഷന്മാരും ശാസ്ത്രന്മാരുണ്ട്. അപ്പോൾ അവിടെ കൈവരേണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അവനോട് എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നവൻ യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതാണ് നല്ലത് വിഹിതം എന്ന് ചോദിച്ചു. അവരെല്ലാവരും ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. അപ്പോൾ ഈ
പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഭ്രാന്ത് നിറഞ്ഞവരെ യേശുവിനെ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള പല്ല് കടിക്കുന്നു, കൈതിരുമുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആലോചന കഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് വായിക്കുന്നത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. അവരുടെ ലിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശീമോൻ, പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്, പിന്നെ യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ സഹോദരനായ യൂദ. നമ്മളൊരു യാക്കോബിനെ വായിച്ച അന്ത്രയോസ് കഴിഞ്ഞൊരു യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കറിയോത്ത യൂദ എന്നീ 12 പേരാണ് ശിഷ്യന്മാരായിട്ടുള്ളത്. അവൻ അവിടുന്ന് തിരിച്ചു വന്നു. സമുദ്രതീരങ്ങളിലൊക്കെ അത് അശുദ്ധാത്മാക്കളെ ബാധിച്ചവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. ശക്തി അവരിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു എന്നാണ്. ക്രിസ്തുവിനെ തൊട്ടാൽ സൗഖ്യമാകും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ സൗഖ്യമാകും എന്നൊക്കെയും പറഞ്ഞ് പലരും വന്ന് തൊടുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത് സൗഖ്യമായിക്കൊണ്ട് ആര് വന്നാലും എല്ലാവരും സൗഖ്യമാകുന്നുണ്ട്. എന്നിട്ട് അവിടെ ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു കാരണം, യേശുക്രിസ്തു കൂടെ ഉള്ളതുകൊണ്ട് മാത്രം. പണ്ട് മീൻ പിടിച്ചുകൊണ്ട് ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. ഇന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് നിങ്ങളെ മനുഷ്യർ ദ്വേഷിക്കും, അവരെ ഭ്രഷ്ടരാക്കും, നിന്ദിക്കും, നിങ്ങളുടെ പേര് വിടക്ക് എന്ന് പറയും എന്ന് തള്ളുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്. അത് സാധാരണ ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. ഈ കഷ്ടമൊക്കെ വരുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ഈ കഷ്ടമൊക്കെ അനുഭവിക്കുന്നത്, ഈ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, ഇതൊരു അനുഗ്രഹമാണ് എന്നൊക്കെ ചിന്തിക്കാറ്. പക്ഷേ ക്രിസ്തു അവരോടത് പറയുകയാണ്. ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടോ അങ്ങനെ തന്നെ ചെയ്തില്ല. പണ്ട് യെശയ്യാ പ്രവാചകനെ അറക്കവാളിന് അറുത്തതായിട്ടൊക്കെയാണ് ചരിത്രകാരന്മാർ, പുസ്തകത്തിലില്ല, ചരിത്രകാരന്മാർ പറയുന്നത്. ഒരുപാട് പ്രവാചകന്മാരെ അവർ കൊല്ലുകയുണ്ടായി. അപ്പം അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെയാണല്ലോ ചെയ്തത്. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുപോയി. അപ്പോൾ അവർക്ക് സമ്പത്ത് കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ആശ്വാസമൊക്കെ ലഭിച്ചുപോയി. ദരിദ്രർക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് അവർക്ക് അതിനുള്ള ആശ്വാസം ലഭിക്കും, അവരത് തൃപ്തിയാകും. ഇപ്പം നിങ്ങൾക്ക് തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നേരത്തെ എന്താ പറഞ്ഞത്? ദരിദ്രന്മാർ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്കറിയാം നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് പക്ഷേ സ്ഥിരമായി കരഞ്ഞ് സന്തോഷിച്ചുകൊണ്ടും യാതൊരു സങ്കടവുമില്ലാതെ തൃപ്തന്മാരായിരിക്കുന്നവർക്കൊക്കെയും കഷ്ടമാണ്. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്നാണ്. പിന്നെ താഴോട്ട് വരുമ്പം ക്രിസ്തു പറയാൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. സാധിക്കുന്ന കാര്യമാണോ? നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യർ സാധിക്കുന്നതല്ല. അത് ക്രിസ്തുവിനോട് ചേരുമ്പോൾ അന്ന് ക്രിസ്തുവിനോട് ചേർന്നവരായാലും ഇന്ന് ക്രിസ്തുവിനോട് ചേരുന്നവരായാലും അതൊക്കെയും സ്വയബോധ്യത്തിൽ വേണം. അല്ല കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മളിപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും മകനായി ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവരാണ് ഒട്ടുമിക്ക എല്ലാവരും. എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോഴും ക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ശിഷ്യന്മാരെ പോലെ നമ്മളും ക്രിസ്തുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്നവരാകുന്നത്. അങ്ങനെ ചേരുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ജന്മം കൊണ്ട് അങ്ങനെ ആയിരിക്കുന്നവർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരണം. അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ പ്രായമാകുമ്പോൾ മുതൽ ഇതൊക്കെയും ശീലിക്കാൻ കഴിയണം. നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കുക, നിൻ്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. ഇതൊക്കെയാണ് അവിടെ ക്രിസ്തു പറയുന്ന ഉപദേശങ്ങളിൽ ഉള്ളത്. അവിടെ നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെയും വ്യക്തമായി ക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് മടക്കിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർ കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
കൊടുക്കുമ്പം ദരിദ്രരൊക്കെ കൊടുക്കുമ്പം കൊടുത്തേക്കണം, അല്ലാതെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കണ്ട എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പാവികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാവികൾക്ക് കടം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പണമുള്ളവർ പാവികളായിരിക്കുന്നവർ തിരിച്ചു കിട്ടാൻ വേണ്ടി കടം കൊടുക്കുന്നുണ്ട്, അതിനകത്ത് പലിശ മേടിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അർഹരായവർക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് കൊടുത്തേക്കണമെന്നുള്ളതാണ്. നിങ്ങളോട് അവിടെ ക്രിസ്തു അവരോട് പറയും, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം വെച്ചിക്കാതെ കടം കൊടുപ്പിൻ, നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കൾ ആകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ ആര് ദൈവം. അങ്ങനെ നിങ്ങളുടെ പിതാവ്, ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവനാകുവിൻ. അതുപോലെ വിധിക്കരുത് ആരെയും. വിധിച്ചാൽ ഉള്ളൊരു പ്രശ്നം, ആ വിധിക്കുന്ന അനുസരിച്ച് നമുക്കും ആ വിധി വരും എന്നുള്ളതാണ്. നിങ്ങൾക്കും എന്നാൽ വിധിക്കാതിരുന്നാൽ ആ ശിക്ഷാവിധി നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും കിട്ടും. എന്നിട്ട് ഒരു ഉപമ പറയുന്നത്, കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? അങ്ങനെ പോയാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴിയിൽ വീഴും. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ഇവിടെ ശിഷ്യൻ എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തു ശിഷ്യന്മാരും യേശുക്രിസ്തു ഗുരുവിന് മീതെയല്ല. അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെയാകും. എന്നാൽ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോലെടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ കോലിരിക്കെ മറ്റൊരുവൻ്റെ കണ്ണിൽ കരട് എടുക്കാൻ പോകരുത്. നിൻ്റെ കോല് എടുത്ത് മാറ്റിയിട്ട് നോക്കിയാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് നന്നായി കാണാൻ പറ്റും, അത് എടുത്തു കളയാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ എല്ലാ കുറ്റങ്ങളും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും മറ്റുള്ളവരുടെ കുറ്റം പറയാനോ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ആശയം. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു തരിമ്പ് പോലും കരടില്ലാത്തവരായി നമ്മൾ മാറുക, അതിനുവേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തുക എന്നുള്ളത് തന്നെ സാധിക്കത്തില്ല. അതിന് ബോധപൂർവമായ ശ്രമം തന്നെ നടത്തിയാലേ ഒക്കെയുള്ളൂ. അതിൻ്റെ അവസാനത്തിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ ഒരുപാട്. എന്നും പ്രാർത്ഥിക്കുന്നു, കർത്താവേ കർത്താവേ എന്ന് 2-3 നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കാര്യങ്ങൾ അപേക്ഷിക്കുകയും ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നവർ ഒരുപാട്. കർത്താവ് കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുപാട്. എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെയും ഈ കർത്താവിനെ, യേശുവേ അല്ലെങ്കിൽ ദൈവമേ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. അതൊരു ഹൃദയപ്രകാരമല്ല, അതൊരു ചടങ്ങായി ചിട്ടയായി പോകുന്നുള്ളേ ഉള്ളൂ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ പറയുന്നു. അത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, ഈ പാറമേൽ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യനാണ് ക്രിസ്തു പറയുന്നത്. അങ്ങനെ എൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ, അതുകൊണ്ട് എന്താ ഗുണം? വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും ആ വീട് തകർന്നു പോവുകയില്ല. അപ്പോൾ അടിസ്ഥാനം നല്ല ആയിരുന്നാൽ. എന്നാൽ കേട്ട് ചെയ്യാത്തവനാണെങ്കിലോ അവന് മണ്ണിന്മേൽ വീട് പെടുന്ന മനുഷ്യനോട് തുല്യം. വലിയ ഒഴുക്ക് വരും, അത് വീടിനെ ഉലച്ച് അത് വീണ് ആ വീഴ്ച വലിയ വീഴ്ചയാകും. ഒട്ടും അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വണ്ണം അത് തകർന്നു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന മെച്ചം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അവർക്ക് അനുഗ്രഹം ഉണ്ടാകുക, അവരെ ദൈവം മാനിക്കുക, ദൈവത്തിന് പ്രസാദമുണ്ടാകുക ഒക്കെയും ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലൂടെയാണ്. ഇത് പറഞ്ഞാണ് ഈ 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഒരധ്യായവും പോലും പല പല സംഭവങ്ങൾ, പല പല കാര്യങ്ങൾ ആ അധ്യായങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ, പ്രായോഗികമായ ഒരുപാട് ഉപദേശങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ആവർത്തനം, സംഖ്യ അതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് അതിലെ ഉപദേശത്തിനെ കോട്ട് ചെയ്യുന്ന അതിലെ ഉപദേശത്തിനോട് സമാനമായ അതിലെ ഉപദേശം തന്നെ ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ അതുമായിട്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം ജീവിതമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തു ഒരു കാര്യവും സ്വന്തം കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. ദൈവം ക്രിസ്തുവിന് പറയാൻ കൊടുത്തതും പഴയ പുസ്തകങ്ങൾ താൻ പഠിച്ച, വായിച്ച് മനസ്സിലാക്കിയ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ക്രിസ്തു ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ ഉപദേശിച്ചു. കാരണം ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ അവിടുത്തെ പുരോഹിത വർഗം, അധികാരവർഗം അല്ലെങ്കിൽ യഹൂദ പ്രമാണിമാർ ഒക്കെയും അവർ മാനുഷികമായ കൽപ്പനകളാൽ അവരെ വഴിതെറ്റിച്ചു പോകുന്നൊരു കാലത്താണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ജനത്തെ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഉഴറി നടക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ
ആ ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്ന ജനത്തെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ക്രിസ്തു ഈ ഉപദേശങ്ങളിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീശന്മാരുടെയും അവരുടെയൊക്കെയും രീതികൾക്ക് വിരുദ്ധമായി അവർക്കെതിരായിരുന്നു. അതൊക്കെ അവരെ നോക്കുമ്പോൾ അവർക്ക് അതൊക്കെയും അവരോടുള്ള എതിർപ്പായിട്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ ക്രിസ്തു ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുള്ള അവരുടെ ശത്രുത്വം വർദ്ധിച്ച് വരികയും അവസാനം ഇവനെ കൊന്നേ ഒക്കുള്ളൂ എന്നൊരു തീരുമാനത്തിൽ അവരെത്തുകയും ചെയ്യുകയാണ്. താങ്ക് യു. വായന കേട്ട് ഇരുന്ന താങ്കളെ ഹൃദയമായി ദൈവനാമത്തിൽ സ്തുതിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. വീണ്ടും നമുക്ക് നാളെ പുതിയ വായന ഭാഗങ്ങളുമായിട്ട് കാണാം. അതുവരെ ദൈവം നമ്മളേവരെയും കാത്തു സൂക്ഷിക്കട്ടെ.